യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെതിരെ ട്രംപും നെതന്യാഹുവും ചേർന്ന് നടത്തുന്ന ആക്രമണത്തെ ലോകത്തെ നേതാക്കളെല്ലാം തുറന്ന് എതിർക്കുകയാണ്. നോൺ ബയോളജിക്കൽ മോദി ഒഴികെ മറ്റ് ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ശക്തമായാണ് ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും പ്രതികരിക്കുന്നത്. ഇന്ത്യക്കാരുടെ ഗതികേട് എന്നല്ലാതെ എന്തു പറയാനാണ്? ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പിഷ്ടം താങ്ങി ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉള്ളത്, നരേന്ദ്രമോദി എന്ന ഭൂലോക ഭീരു. ലോകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും ശക്തമായി പ്രതികരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ലോകമെമ്പാടും നിന്നുള്ള സത്യസന്ധമായ വാർത്തകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമേരിക്കക്കാരനായ പോപ്പ് ലിയോ 14 ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ആദ്യം കേൾക്കാം. ഈ വീഡിയോകളിൽ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതിലുള്ള ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ നോക്കി വ്യക്തമായി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. A diplomacy that promotes dialogue and seeks consensus among all parties is being replaced by a diplomacy based on force by either individuals or groups of allies. War is back in vogue, and a zeal for war is spreading. The principle established after the Second World War, which prohibited nations from using force to violate the borders of others, has been completely undermined. Peace is no longer sought as a gift and a desirable good in itself, or in the pursuit of the establishment of the ordered universe willed by God, with a more perfect form of justice among men and women. Instead, peace is sought through weapons as a condition for asserting one's own dominion. This gravely threatens the rule of law, which is the foundation of all peaceful civil coexistence. ഇദ്ദേഹം ശക്തമായി പറയുകയാണ്, മറ്റു രാജ്യങ്ങളുടെ സ്വയംഭരണാധികാരത്തെയും അതിർത്തിയെയും ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചമർത്താൻ ആർക്കും അവകാശമില്ല. ലോകത്ത് യുദ്ധക്കൊതി കൂടി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപും നെതന്യാഹുവും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ആക്രമണം ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇല്ലീഗൽ ആണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം വീണ്ടും പറയുന്നത് കേട്ടുകൊള്ളൂ. Seguo con profonda preoccupazione quanto sta accadendo in Medio Oriente e in Iran in queste ore drammatiche. La stabilità e la pace non si costruiscono con minacce reciproche né con le armi che seminano distruzione, dolore e morte, ma solo attraverso un dialogo ragionevole, autentico e responsabile. Dinanzi alla possibilità di una tragedia di proporzioni enormi, rivolgo alle parti coinvolte l'accorato appello ad assumere la responsabilità morale di fermare la spirale della violenza prima che diventi una voragine irreparabile. യുദ്ധം വേദനയും മരണവും സമ്പൂർണ്ണ നാശനഷ്ടവുമാണ് വിതയ്ക്കുന്നത്. ഇറാനിലും മിഡിൽ ഈസ്റ്റിലും സംഭവിക്കുന്ന കാര്യങ്ങളിൽ താൻ അതിയായ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്ന്. ഇതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് കൊച്ചി യൂറോപ്യൻ രാജ്യമായ സ്പെയിനിന്റെ പ്രസിഡന്റ് പെട്രോ സാഞ്ചസ് ആണ്. അദ്ദേഹം ഇവിടെ സ്പാനിഷിൽ പറയുന്നതിന്റെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ വായിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Que se debe estar contra una guerra iniciada sin autorización del Congreso de Estados Unidos, del Consejo de Seguridad de Naciones Unidas y, como he dicho antes, que vulnera el derecho internacional. Y que siempre hay espacio para una solución negociada, en lugar de dejarse arrastrar por la devastación de las armas como única salida posible. Por eso me gustaría de nuevo, como hemos hecho desde el principio, apelar a la desescalada inmediata, al pleno respeto al derecho internacional en todos los conflictos que estamos, por desgracia, sufriendo, y la urgencia de retomar el diálogo cuanto antes. Ahí es donde va a estar España y ahí es donde yo creo que debe estar el conjunto de la Unión Europea. അദ്ദേഹം പറയുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെയും UN സെക്യൂരിറ്റി കൗൺസിലിന്റെയും അനുമതിയില്ലാതെ തുടങ്ങിയ ഈ യുദ്ധത്തിന് താൻ എതിരാണ് എന്നാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചർച്ചയിലൂടെ വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ഉടനടി ഇത് അവസാനിപ്പിക്കണം. അതുപോലെ അദ്ദേഹം വളരെയേറെ വീഡിയോകളാണ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് പങ്കുവച്ചത്. ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്
ഒരു വിദ്വേഷം നിറഞ്ഞ ഭരണകൂടത്തെ എതിർക്കുന്ന അതേസമയം തന്നെ ന്യായീകരിക്കാനാവാത്ത അപകടകരമായ സൈനിക ഇടപെടലിനെയും എതിർക്കണം. ഉടനെ തന്നെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. തുടർച്ചയായി ഈ യുദ്ധത്തെ എതിർത്തുകൊണ്ടുള്ള പെട്രോ സാഞ്ചസിന്റെ ശക്തമായ പ്രതികരണങ്ങൾ ട്രംപിനെ വളരെയേറെ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. സ്പെയിനിനെതിരെ വലിയ വെർബൽ ആക്രമണമാണ് ട്രംപ് ഇതേ തുടർന്ന് അഴിച്ചുവിട്ടത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഇതിനെതിരെ സംസാരിക്കുന്നത് കേൾക്കാം. But I'm very clear in the advice that I received, and I will not commit our military personnel to unlawful action. That is not what they would expect and deserve. They are entitled to better than that. അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് സൈന്യത്തെ ഈ നിയമവിരുദ്ധമായ യുദ്ധത്തിൽ താൻ വിന്യസിക്കുകയില്ല, അവർ തനിച്ചു പോരാടേണ്ടി വരും എന്നാണ്. BBC സ്റ്റാർമറുടെ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തോട് ട്രംപ് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. പക്ഷേ എൻ്റെ കടമയാണ് ബ്രിട്ടന്റെ ദേശീയ താൽപ്പര്യത്തിന് എന്താണ് ആവശ്യം എന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ ചെയ്തത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത അയൽവാസിയും ഏറ്റവും അടുത്ത അലയും ആയ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇറാനെതിരെയുള്ള ഈ നിയമവിരുദ്ധമായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുന്നത് കേൾക്കാം. We support efforts to prevent Iran from obtaining a nuclear weapon and to prevent its regime from further threatening international peace and security. We do, however, take this position with regret because the current conflict is another example of the failure of the international order. Despite decades of UN Security Council resolutions, the tireless work of the International Atomic Energy Agency, and the succession of sanctions and diplomatic frameworks, Iran's nuclear threat remains. And now, the United States and Israel have acted without engaging the United Nations or consulting allies, including Canada. So where to from here? With a rapidly spreading conflict and growing threats to civilian life. Canada reaffirms that international law binds all belligerents. We condemn the strikes carried out by Iran on civilians and civilian infrastructure across the Middle East. And we implore all parties, including the United States and Israel, to respect the rules of international engagement. Canada calls for a rapid de-escalation of hostilities and is prepared to assist in achieving this goal. ഇറാൻ ആണവായുധം ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള പ്രയത്നങ്ങളെയും ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും അവരുടെ ഭരണകർത്താക്കൾ ഭീഷണി ഉയർത്തുന്നതിനെ ചെറുക്കുന്നതിനെയും ഞങ്ങൾ പിന്താങ്ങുന്നു. ഞങ്ങൾ വളരെ പശ്ചാത്താപത്തോടെയാണ് ഈ നിലപാട് എടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ യുദ്ധം അന്താരാഷ്ട്ര ഓർഡറുകളുടെ പരാജയമാണ്. പതിറ്റാണ്ടുകളായിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെയും നിതാന്ത പരിശ്രമം ഉണ്ടായിട്ട് പോലും ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാകാനുള്ള ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. അമേരിക്കയും ഇസ്രയേലും യുണൈറ്റഡ് നേഷൻസിനെയും കാനഡയുൾപ്പെടെയുള്ള സ്വന്തം സഖ്യകക്ഷികളെയും ബന്ധപ്പെടാതെയാണ് ഈ തീരുമാനം എടുത്തത്. എല്ലാ പോരാട്ടങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങൾ ബാധകം ആകണമെന്ന് കാനഡ ഊന്നിപ്പറയുകയാണ്. എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് കാനഡ ആവശ്യപ്പെടുകയാണ്. അമേരിക്കയുടെ മറ്റൊരു അയൽവാസിയായ മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബാം ഇതിനെതിരെ സംസാരിക്കുന്നത് കേൾക്കാം. അവർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന നിയമവിരുദ്ധമായ യുദ്ധത്തെ ഞങ്ങൾ എതിർക്കുന്നു. യുണൈറ്റഡ് നേഷൻ തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുവഴി അതിശക്തമായ സൈന്യബലമുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഭരണകൂടത്തെ ആര് അനുകൂലിക്കുന്നു എതിർക്കുന്നു എന്നുള്ളതല്ല കാര്യം, മറിച്ച് സാധാരണ ജനങ്ങളാണ് ഇതിന് വില നൽകേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളെ ബോംബിട്ട് അവരെയെല്ലാം കൊന്നൊടുക്കിയിരിക്കുകയാണ്. കാനഡയുടെ ഫോറിൻ മിനിസ്റ്റർ അനിത ആനന്ദ് പറയുന്നത് കേൾക്കാം. First and foremost, Canada wasn't involved, we weren't notified, and we do not have an intention to be involved in any military strikes or operation. That Canada believes in a diplomatic and peaceful solution, and as soon as possible, we would like parties to get to the table. അവർ പറയുന്നത് ഞങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങളെ അറിയിച്ചില്ല. അതുപോലെ ഈ സൈനിക ഓപ്പറേഷനുകളിൽ ഇടപെടാൻ ഞങ്ങൾക്ക്
യാതൊരു ഉദ്ദേശവുമില്ല. കാനഡ വിശ്വസിക്കുന്നത് ഡിപ്ലോമാറ്റിക്കായുള്ള സമാധാനപരമായ പരിഹാരത്തിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് കേൾക്കാം. Иран выполнял все взятые на себя обязательства по известному соглашению, о котором мы сейчас упомянули. Все. К Ирану невозможно предъявить никаких претензий. Затем Соединенные Штаты в одностороннем порядке решили выйти из этого соглашения, а европейцы продолжили требовать от Ирана, чтобы он выполнял взятые на себя обязательства. Ну это, вы уж меня простите, но это какой-то бред. Не Иран же вышел из этого соглашения. США вышли. Бывший президент Трамп взял и принял решение выйти из соглашения. А европейцы говорят, да, это не очень хорошо, что американцы вышли, но вы, иранцы, все соблюдаете. С какого хрена-то иранцы, извините, так по-русски звучит грубовато немножко. ഇറാൻ തങ്ങളുടെ കടമകളെല്ലാം നിറവേറ്റിയിരുന്നു. ട്രംപിന്റെ ഈ ആക്രമണം നോൺസെൻസ് ആണ് എന്ന് പുടിൻ തുറന്നു പറയുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ ആക്രമണം നടത്തിയത്. ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായിരുന്ന കമല ഹാരിസ് ഒരു നീണ്ട സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കൻ ജനതയെ വലിച്ചിഴക്കുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാനുള്ള ഈ യുദ്ധത്തെ ഞാൻ എതിർക്കുകയും ട്രംപിന്റെ സ്വകാര്യ നേട്ടത്തിനു വേണ്ടി നമ്മുടെ സൈന്യത്തെ അപകടത്തിൽ ആക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു. റഷ്യൻ ഫോറിൻ മിനിസ്ട്രി വക്താവായ മരിയ സക്രോവ പറയുന്നത് കേൾക്കാം. അവർ പറഞ്ഞത് ഇറാനിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് കെട്ടിച്ചമച്ച ഒരു നാടകം ഉണ്ടാക്കിയാണ് അമേരിക്ക ഈ യുദ്ധം നടത്തുന്നത്. ഇത് സംശയാസ്പദവും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതവുമാണ് എന്നാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. International humanitarian law must always be respected. That is why since this morning I have condemned the massive military strikes by the United States and Israel against Iran. And I also condemned the subsequent attacks by Iran, violating the sovereignty and territorial integrity of Bahrain, Iraq, Jordan, Kuwait, Qatar, Saudi Arabia and the United Arab Emirates. അന്താരാഷ്ട്ര സൈനിക നിയമങ്ങൾ എപ്പോഴും പാലിക്കേണ്ടതാണ്. അതിനാലാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന സൈനിക ആക്രമണത്തെ ഞാൻ അപലപിക്കുന്നത്. അതേസമയം തന്നെ ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ അതിർത്തി ലംഘിച്ച് നടത്തിയ ആക്രമണത്തെയും അപലപിക്കുന്നു. അങ്ങനെ ലോകം മൊത്തം ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറയുക മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായ കാനഡയും UK-യും ജർമ്മനിയുമൊക്കെ ഞങ്ങൾ ഇതിൽ പങ്കുചേരില്ല, ഉടനെ തന്നെ ഇത് നിർത്തിവെച്ച് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് നേരിട്ട് പറയുകയാണ്. വാർ രുക്വാദി പാപ്പ, യുദ്ധം നിർത്തിവെച്ച പാപ്പ നരേന്ദ്രമോദിയുടെ അണ്ണാക്കിൽ പിണ്ണാക്ക് കുടുങ്ങിയിരിക്കുകയാണ്. ഒരക്ഷരം പുറത്തു വരുന്നില്ല. അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറയാനുള്ള തൻ്റെ ഇടം മോദിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പരിപൂർണ അടിമയായി മാറിയിരിക്കുകയാണ് സാക്ഷാൽ 56 ഇഞ്ച് നോൺ ബയോളജിക്കൽ ജീവി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?